എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 13-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദദഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിനന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഭവചക്ര, അങ്ങയുടെ ചക്രത്തിൻ്റെ, അതായത് ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ. ജ്യോതിഷ്കണലവനിപാതേന വിധുതേ, തീപ്പൊരികൾ തട്ടി പറന്നുപോയപ്പോൾ. തതോ മായാചക്രേ, തഥാ അപ്പോൾ, മായാചക്രേ അസുരൻ്റെ മായാ സമൂഹങ്ങളെയെല്ലാം. വിദദഘനരോഷാന്ത മനസം, പരപ്പും കനവുമുള്ള ചുണ്ടി, അതായത് ഭഗവാന്റെ സുദർശനം തട്ടി അസുരൻ്റെ മായകളെല്ലാം പറന്നുപോയി. അപ്പോൾ അസുരന് വല്ലാതെ ദേഷ്യം വന്നു. അതാണ് പരപ്പും കനവുമുള്ള ചുണ്ടി എന്ന് പറയുന്നത്. ദേഷ്യം വന്നാൽ പിന്നെ വിവേകം ഇല്ലാതെ ആവും ചെയ്യുമല്ലോ. ഗരിഷ്ഠാഭി മുഷ്ടിപ്രഹൃതിഭി അഭിനന്ദമസുരം, നന്ദി കനത്ത മുഷ്ടിപ്രഹരത്താൽ അങ്ങയെ ഇടിക്കുന്ന ആ ഹിരണ്യാക്ഷനെന്ന അസുരൻ്റെ. സ്വപാദാങ്കുഷ്ടേന, ഭഗവാന്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട്. ശ്രവണപദമൂലേ നിരവധി, ചെന്നിക്ക് അതായത് കരണക്കുറ്റിക്ക് നന്നായൊരു വീക്ക് അങ്ങോട്ട് വീക്കി ഭഗവാൻ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക. എന്താ പറയണേ? സുദർശന ചക്രത്തിൻ്റെ ദിവ്യ തേജസ്സിൻ്റെ അല്പം അംശം മൂലം അസുരൻ്റെ മായകളെല്ലാം ഫലവിഹീനങ്ങളായി. ആ സമയം ക്രോധാധിക്യത്താൽ വിവേകരഹിതനായി മുഷ്ടി ചുരുട്ടി അങ്ങയെ ഇടിക്കുന്ന അവൻ്റെ ചെകിട്ടത്ത് കനത്ത കാൽ കൊണ്ട് എന്നും പറയാം, അങ്ങ് അടിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.